കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികളും +1 പ്രവേശനം നേടി. നടപടി വേദനാജനകമെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ KSUവിന്റെയും MSFന്റെയും വൻ പ്രതിഷേധവും ഇന്നുണ്ടായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രാവിലെ 10 മണിയോടെയാണ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ +1 പ്രവേശനത്തിനായി പുറത്തിറക്കിയത്. ഇതിൽ 3 പേർക്ക് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനം ലഭിച്ചിരുന്നത്. അരമണിക്കൂറിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 3 കുട്ടികളെയും ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. കുട്ടികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ തൃപ്തികരമല്ല എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരോട് കൂടിയാലോചന നടത്തിയാണ് ഇവർക്ക് പ്രവേശനം നൽകിയത്. പ്രവേശനം നൽകിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. അതായത് ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ വളരെയേറെ അക്സെപ്റ്റായി, വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഈ നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം രക്ഷിതാവ് ഒരു ഉമ്മ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം താമരശ്ശേരി സ്കൂൾ പരിസരത്തുണ്ടായിരുന്നു. സ്കൂളിന് മുന്നിൽ KSU MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ KSU പ്രവർത്തകർ ഭീഷണി മുദ്രാവാക്യം മുഴക്കി. മറ്റ് 2 കുട്ടികൾ കോഴിക്കോട് നഗരത്തിലെ സ്കൂളുകളിലാണ് പ്രവേശനം നേടിയത്. +1 പ്രവേശനത്തിനായി ഹൈക്കോടതി ഇന്നൊരു ദിവസത്തെ സമയമായിരുന്നു അനുവദിച്ചിരുന്നത്. 24 കോഴിക്കോട്.